ഹായ്, എം ഫേവർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സിപിൻ നൂർദീൻ. LDC തിരുവനന്തപുരം, തുടർന്ന് കൊല്ലം, കണ്ണൂർ പരീക്ഷാ ചോദ്യങ്ങളിലും മുഴുവൻ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ പോലും മുഴുവനായും എം ഫേവർ ലേണിംഗ് ആപ്പിൽ നിന്നും സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങൾ എല്ലായിടത്തും കോമൺ ആണ്. മുൻകാല PSC ചോദ്യങ്ങളും SCRT ഫാക്റ്റുകളും സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വന്നു എന്ന് മാത്രം. അത് പൊക്കി പിടിച്ചുകൊണ്ട് 82ഉം 85ഉം ചോദ്യങ്ങൾ ഇവിടെ നിന്നാണ് എന്ന് പറയുന്നവരുണ്ട്, ഉണ്ടാകാം. പക്ഷേ LDC നേടണോ, കറണ്ട് അഫെയർ സെറ്റ് ചെയ്യണം. അത്തരത്തിൽ മുഴുവൻ മാർക്കും കറണ്ട് അഫയേഴ്സിൽ എന്ന് മാത്രമല്ല മറ്റ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ പോലും പുള്ളി തെറ്റാതെ കൃത്യമായി ടൈം ഫേവർ ലേണിംഗ് ആപ്പിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള അടുത്ത പരീക്ഷകൾക്ക് വീണ്ടും ആവർത്തിക്കപ്പെടുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് തുടങ്ങാം. ഈ പറയുന്ന ക്ലാസിന്റെയും പ്രസക്ത ചോദ്യങ്ങളുടെ PDF എല്ലാം നമ്മുടെ എം ഫേവർ കേരള PSC എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. സൗജന്യമായി ജോയിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉറപ്പായും ജോലി നേടാം. പഠിച്ചു കയറുക. എന്തായാലും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ചില ചോദ്യങ്ങൾ, ലേറ്റസ്റ്റ് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ജൂൺ മാസത്തിലെയും ചോദ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. മുൻ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ കൂടി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ അപ്ഡേറ്റ് ചെയ്ത ചോദ്യങ്ങളും ഉണ്ട്. ഓക്കെ, ആദ്യ ചോദ്യം ശ്രദ്ധിക്കാം. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന കേരള സർക്കാരിന്റെ പദ്ധതി എന്താണ്? ജീവാനന്ദം അല്ലെ? സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺട്രിബ്യൂട്ടറി പെൻഷന് ശേഷം ഇപ്പോഴേ ശരിക്കും പറഞ്ഞാൽ സർക്കാർ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ശമ്പളം പോലും കിട്ടുന്നില്ല. DA പോലും കിട്ടിയിട്ട് വർഷങ്ങളായി. അവരിൽ നിന്ന് ചൊറണാൻ പറ്റത്തുള്ളൂ. അപ്പോ സർക്കാർ പട്ടിണിയിലാണ്, അല്ലെങ്കിൽ 10 പൈസ എടുക്കാനില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കി വിരമിച്ച ശേഷം ജീവൻ ഉണ്ടെങ്കിലല്ലേ, അല്ലെങ്കിൽ അന്ന് ആയുസ് ഉണ്ടെങ്കിലല്ലേ കിട്ടത്തുള്ളൂ, തിരിച്ചു നൽകാം. ജീവാനന്ദം പദ്ധതി ഓർത്തോളണം. നല്ല ആനന്ദമാണ് ജീവിതത്തിൽ. ആനന്ദത്തോടുകൂടി സർക്കാർ ജോലി ചെയ്തോളൂ. ഖത്തർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര്? അപ്പൊ ഖത്തർ ഫുട്ബോൾ ടീമിലേക്ക് ഒരു മലയാളി വന്നിരിക്കുകയാണ്, കണ്ണൂർക്കാരൻ തഹസിൻ ജംഷീദ്. ഓക്കെ, ഇപ്പൊ 2022 ഫിഫയുടെ 22ാമത് ലോകകപ്പ് മേളയായിരുന്നു അത്. 2022 ഖത്തർ ലോകകപ്പ് എന്ന് പറയുന്നത് അതിൽ തന്നെയുണ്ട്. 2022 22ാമത് ഖത്തർ ലോകകപ്പ് ജേതാക്കൾ അല്ലെ? ഫൈനലിൽ ഫ്രാൻസിനെ അർജന്റീന തോൽപ്പിച്ചു. മൂന്നാം സ്ഥാനം ക്രൊയേഷ്യ. മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയെ തോൽപ്പിച്ചു. ക്രൊയേഷ്യ 3ാം സ്ഥാനം നേടി. ഫെയർ പ്ലേ പുരസ്കാരം മറ്റൊരു പരീക്ഷയിൽ ഞാൻ കണ്ടതാണ്. PSC അല്ല, വേറൊരു പരീക്ഷയിൽ സെൻട്രൽ ലെവൽ. ഇംഗ്ലണ്ട് ആയിരുന്നു കേട്ടോ. ഇനി 2026 23ാമത് ഫിഫ ലോകകപ്പിന്റെ വേദി USA, കാനഡ, മെക്സിക്കോ. സംയുക്തമായി 3 വടക്കൻ അമേരിക്കൻ രാജ്യങ്ങളാണ് അത് നടത്തുന്നത് കേട്ടോ. അപ്പോ കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ സിക്കിം ഹൈക്കോടതിയാണ് ഇത്തരത്തിൽ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്തരിച്ചുപോയ സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററി തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. എന്താണ്? തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. ഇനി 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നുള്ളതാണ്. അത് PN ഗോപികൃഷ്ണനാണ്. ഗ്രന്ഥം എന്ന് പറയുന്നത് കവിത മാംസഭൂജിയാണെന്നുള്ളതാണ്. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം സ്ഥിരം PSC ചോദ്യമാണ്, എല്ലാവർക്കും അറിയാം. 1968 G ശങ്കരക്കുറുപ്പാണ് ഇത്തരത്തിലൊരു അവാർഡ് സ്ഥാപിക്കുന്നതും. തുടർന്ന് 2021 പുരസ്കാരം സാറ ജോസഫ്, പുസ്തകം ബുധിനി. 2022 അംബികാസുധൻ മങ്ങാട്, പുസ്തകം പ്രാണവായു. PSC ചോദ്യങ്ങളായിരുന്നു ഇവയെല്ലാം. തുടർന്ന് 2023 PN ഗോപികൃഷ്ണൻ, കവിത മാംസഭോജിയാണ്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് അതാണ് ഋതു ബഹ്റി. ഇന്ന് നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഇവരുടെ ഫോട്ടോ നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെ? എന്നാൽ കേരള ഹൈക്കോടതിയുടെ നിലവിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആരാ? മുഹമ്മദ് മുസ്താഖ്.
വിദ്യാഭ്യാസത്തിന്റെ പ്രധാന തത്വങ്ങൾ കൈവരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്ത പദ്ധതി. PSC ചോദ്യമായിട്ട് വന്നു ഇവിടെ നിന്നും. സ്വയം പദ്ധതിയാണ് കേട്ടോ. ഞാൻ വീണ്ടും ഇവിടെ കൊണ്ടുവന്നിരിക്കുക. കേരള സർക്കാർ സംസ്ഥാന ബജറ്റിനോടൊപ്പം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2024 ഫെബ്രുവരി. അപ്പൊ 2024 പരിസ്ഥിതി ബഡ്ജറ്റ് കൂടി അവതരിപ്പിച്ചു. അപ്പൊ പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രി ബാലഗോപാൽ. എന്നാൽ ജെൻഡർ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഈ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടുള്ള വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് തോമസ് ഐസക് ആണ്. 3 ലക്ഷം വനിതകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനായി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന കെ ലിഫ്റ്റ് ഉപജീവന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് കുടുംബശ്രീയാണ്. കെ സ്മാർട്ട്, കേരള മെട്രോ, അല്ലെ, കെ റെയില്, കെ വെച്ചിട്ട് ഇനി എന്തൊക്കെ ഉണ്ടാക്കാനുണ്ടോ അതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കെ ലിഫ്റ്റ് ഉപജീവന പദ്ധതി ആരുടെയാ? കുടുംബശ്രീയുടെയാണ് കേട്ടോ. ഇനി 2024 ശാസ്ത്ര ദിനം. എന്താ ശാസ്ത്ര ദിനം? ഫെബ്രുവരി 28-നാണ്. അതിന്റെ തീം അഥവാ പ്രമേയം വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. അപ്പോ വികസിത ഭാരത് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോ സ്വാതന്ത്ര്യത്തിന്റെ പോലും തീം അതാണ്. സ്വാതന്ത്ര്യ ദിനത്തിന്റെ പോലും തീം അതാണ്. വികസിത ഭാരത് എവിടെയുണ്ടോ അതിന് നമുക്ക് കുത്താം. ഓക്കെ. അപ്പോ 2024 ഈ പറയുന്ന തീം. 2023 ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ് എന്നുള്ളതായിരുന്നു. അതായത് ആഗോള ക്ഷേമത്തിനായി ആഗോള സയൻസ് എന്നുള്ളതായിരുന്നു കേട്ടോ. ഞാൻ പഠിപ്പിച്ചായിരുന്നു നമുക്ക്. ഇനി 2024 ബിംസ്റ്റെക്, ബേ ഓഫ് ബംഗാൾ, ഒരു ബംഗാൾ ഉൾക്കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില രാജ്യങ്ങൾ മാത്രമല്ല ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, മാലദ്വീപ് ഒഴിച്ച് ബാക്കി വരുന്ന ഇന്ത്യയുടെ എല്ലാ അയൽ രാജ്യങ്ങളും, കൂട്ടത്തിൽ തായ്ലൻഡും കൂടെ ചേർന്ന് വരുന്നതാണ് ബിംസ്റ്റെക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സാർക്ക് അല്ലെങ്കിൽ ആസിയാൻ എന്ന പോലെ തന്നെയാണ് ഇന്ത്യയും ഇതിലെ ഒരു ഭാഗമാണ്. അപ്പോൾ ബിംസ്റ്റെക് അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2024 വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ് കേട്ടോ. കേരള മീഡിയ അക്കാദമി 2024 മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് വഹീൽ ദഹ്ദു. അതായത് നമ്മുടെ അൽ ജസീറ ടിവിയുടെ മെയിൻ ബ്യൂറോ റിപ്പോർട്ടർ ആണത്. അൽ ജസീറ ഫേമസ് ആണ്. ഇനി 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം കോട്ടക്കലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കോട്ടക്കൽ കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ഇനി 2024 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ തൃശ്ശൂരും, മറ്റൊന്ന് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ചലച്ചിത്രമേള കൊച്ചിയിൽ നടന്നു. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഇനി ഒഡീഷ മുഖ്യമന്ത്രി ആരെന്നറിയാലോ? നവീൻ പട്നായിക് മാറി. അവിടെ ഇപ്പോ BJP സംസ്ഥാനം പിടിച്ചു. മോഹൻ ചരൺ മാഞ്ചിയാണ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നിരിക്കുന്നത്. അവിടെ ഒഡീഷയിൽ ആദ്യമായിട്ട് ഒരു വനിതാ MLA ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സോഫിയ ഫിർദോസ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI, നമ്മുടെ UPI സാങ്കേതിക വിദ്യ ദക്ഷിണ അമേരിക്കയിലെ ഒരു രാജ്യം അംഗീകരിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട്. അതാണ് പെറു എന്ന് പറയുന്നത്. ദക്ഷിണ അമേരിക്ക എന്ന് പറഞ്ഞാൽ അറിയാലോ, അർജന്റീന, ബ്രസീൽ, നമ്മുടെ ബൊളീവിയ, കൊളംബിയ പോലുള്ള രാജ്യങ്ങളാണ് അവിടെ വരുന്നത്. സോ പെറു ആണ് UPI ആദ്യമായിട്ട് അംഗീകരിച്ച സൗത്ത് അമേരിക്കൻ രാജ്യം. കണ്ടോ, ഇത് നമ്മുടെ പരീക്ഷാ ചോദ്യമായിരുന്നു. 2024 ഇസ്രായേൽ പാസ്പോർട്ട് ഉള്ളവരുടെ പ്രവേശനം രാജ്യത്തേക്ക് തടഞ്ഞത് മാലദ്വീപ്. ഓക്കെ. 2024-25 ഇന്ത്യയിലെ ഇടക്കാല ബഡ്ജറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വിഹിതം, ഇടക്കാല ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത് 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു. ഇത് പ്രകാരം ഏറ്റവും കൂടുതൽ വിഹിതം ലഭിച്ച അയൽ രാജ്യം ഭൂട്ടാനാണ്. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ പഠിക്കണം. ഭർത്താവ് കൈക്കൂലി വാങ്ങിയാൽ ഭാര്യയും കുറ്റക്കാരി എന്ന് വിധിച്ചിരിക്കുകയാണ്. ആർത്തവ അവധി നൽകിയ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി നൽകിയ ഹൈക്കോടതി, അല്ലെ, സിക്കിം ഹൈക്കോടതി എന്ന് പറയും പോലെ ഭർത്താവ് കൈക്കൂലി വാങ്ങിയാൽ ഭാര്യയും കുറ്റക്കാരി. മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മുന്നേ നമ്മൾ പഠിച്ചു ആസ്ട്രോ ടൂറിസം നിലവിൽ വരുന്നത് ഉത്തരാഖണ്ഡിലാണ്. ആസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട്
ഓക്കെ, അസ്ട്രോണമി. ഇനി 2024 20ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം, 2024 20ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ, ഇത് PSC ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ട് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി മെക്സിക്കോ, വടക്കേ അമേരിക്കൻ രാജ്യമാണ് മെക്സിക്കോ അല്ലെ. അപ്പോ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്, ഇതുപോലുള്ള അമേരിക്കൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുടെയൊക്കെ ഏതെങ്കിലും വനിതാ പ്രസിഡന്റ് ആയാൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ പരീക്ഷാ ചോദ്യം ക്ലോഡിയ ഷെയ്ൻബോം. ക്ലോഡിയ ഷെയ്ൻബോം ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ നിലവിൽ വരുന്നത് വാരണാസിയാണ്, ഉത്തർപ്രദേശിലെ വാരണാസി, നരേന്ദ്രമോദിയുടെ മണ്ഡലം കൂടിയാണ്. സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പാക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് വികസിപ്പിച്ചെടുത്ത ആപ്പ് ഏത് എന്നുള്ളതാണ് ഉത്തരം. വിദ്യാവാഹനാണ് കേട്ടോ, വിദ്യാവാഹൻ. ഇപ്പോ എക്സ്ട്രാ ഫിറ്റിംഗ്സോട് കൂടിയുള്ള വാഹനങ്ങളെ പിടിച്ചെടുക്കാനായിട്ട് ഓപ്പറേഷൻ താർ എന്ന പേരിലും മോട്ടോർ വാഹന വകുപ്പ് ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗതയേറിയ ഡബിൾ സെഞ്ചുറി നേടിയിരിക്കുന്നത് ഇന്ത്യയുടെ ഷഫാലി വർമ്മയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് കേട്ടോ, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് നമ്മുടെ സഞ്ജു സാംസണും ആദ്യമായിട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്നത്. 2024 കോമൺവെൽത്ത് ചെറുകഥ സമ്മാനം 26-കാരിയായ സഞ്ജന താക്കൂർ, ഇന്ത്യക്കാരിക്കാണ് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റൊരു അന്താരാഷ്ട്ര സാഹിത്യ പുരസ്കാരമാണ് പെൻ പിന്റർ പുരസ്കാരം, അത് അരുന്ധതി റായ്ക്ക് ലഭിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മേധാവിയായിട്ട് കുറച്ചു നാൾക്ക് മുന്നേ തന്നെ ആരെ നിയമിച്ചു? രാഹുൽ നവീൻ. അതിനു മുന്നേ 2023 ഇദ്ദേഹത്തെ ഇൻചാർജ് ആയിട്ടാണ് കൊണ്ടുവന്നത്. ഇൻചാർജ് എന്നുള്ളത് മാറിയപ്പോൾ അദ്ദേഹം മേധാവിയായിരിക്കുകയായിരുന്നു. ഇതൊക്കെ PSC ചോദ്യമായിരുന്നു. ഇനി സ്കൂൾ ഇൻ എ ബോക്സ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം എന്താണ്? സ്കൂൾ ഇൻ എ ബോക്സ് ഈ വെള്ളപ്പൊക്കം കാരണം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുട്ടികൾക്കായിട്ട് അസാമിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സ്കൂൾ ഇൻ എ ബോക്സ്. ചാരവൃത്തി നടത്തിയെന്ന് US-ന്റെ ആരോപണത്താൽ 5 വർഷത്തെ തടവിന് ശേഷം മോചിതനായ വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചെ, ഇതെല്ലാം മുൻ PSC ചോദ്യമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ മോചിതനായി. കേരളത്തിൽ ആദ്യമായി വനം വകുപ്പ് നിർമ്മിക്കുന്ന തുളസി വനം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലെ കോന്നിയിൽ തുളസി വനം വരികയാണ്. പരിസ്ഥിതി മലിനീകരണം തടയാൻ ബയോപ്ലാസ്റ്റിക് പാർക്ക് സ്ഥാപിക്കുന്നത്. പരിസ്ഥിതി മലിനീകരണം തടയാൻ ബയോപ്ലാസ്റ്റിക് പാർക്ക് ഉത്തർപ്രദേശിലാണ് യോഗി ആദിത്യനാഥിന്റെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് PSC ചോദ്യമായിരുന്നു അല്ലെ, നമ്മുടെ മുൻ യൂട്യൂബ് വീഡിയോയിൽ ഉണ്ടായിരുന്നു. അത് ബംഗളൂരു. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം ഇത്തവണ നേടിയിരിക്കുന്നത് 2004 ഒരു വാർത്തയായിരുന്നു. പ്രധാനമായിട്ടും സാംസ്കാരിക വകുപ്പിന് കീഴിൽ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 50,000 രൂപ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഈ സാഹിത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവന പരിഗണിച്ചുകൊണ്ടാണ് MK സാനുവിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2024 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയിൽ ലോകത്തെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ തെരഞ്ഞെടുപ്പ്, ഇന്ത്യയിലാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇന്തോനേഷ്യയിൽ വെച്ചാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രണ്ടായിരത്തി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ എവിടെ നടന്നു? തൃശ്ശൂരിൽ നടന്നു. എന്നാൽ വനിതാ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ വേദി കൊച്ചിയാണ്. ഇനി ജൂലൈ 5 എന്ന് പറയുന്നത് ലോക പരിസ്ഥിതി ദിനമാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം അല്ലെങ്കിൽ പ്രമേയം എന്ന് പറയുന്നത് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, മരുഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഡെസർട്ടിഫിക്കേഷൻ, വരൾച്ച പ്രതിരോധം എന്നുള്ളതാണ് കേട്ടോ. എന്നാൽ ചോദിക്കാൻ ചാൻസ് സ്ലോഗൻ അഥവാ മുദ്രാവാക്യമാണ്. അത് ഈസിയാ. നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി. കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ എല്ലാ ഗുണനിലവാര പരിശോധനകളും ഒറ്റ പേരിലേക്ക് സംയോജിപ്പിച്ചു. ഓപ്പറേഷൻ ലൈഫ്. ഇമ്പോർട്ടന്റ് ആണ് ഓപ്പറേഷൻ ലൈഫ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നായക്ക് വിജയകരമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ വന്നിട്ട് ഭാനു ദേവ് ശർമ്മ. അതുപോലെ തന്നെ H5N2 പക്ഷിപ്പനിയുടെ മറ്റൊരു വകഭേദം അല്ലെ, ആദ്യ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് മെക്സിക്കോയിലാണ്. ട്രെയിനിനുള്ളിലെ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുന്നതിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമായിട്ട്
ആരംഭിച്ച ഇന്ത്യൻ റെയിൽവേ പദ്ധതിയാണ് മേരി സഹേലി. സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോൾ ഇതെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. രണ്ടാമത് ലയണൽ മെസ്സി. മൂന്നാമത് ഒരു ഇറാൻകാരനായ അലി എന്ന് പറയുന്ന ഒരു പഴയ കളിക്കാരനാണ്. നാലാമതാരെന്ന് ചോദിച്ചാൽ അതാണ് സുനിൽ ഛേത്രി. ഗോൾ എത്രയാണെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളാം. എനിക്ക് തോന്നുന്നു 94 ഗോളുകൾ അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നേടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ അവസാന അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ്. അത് നോക്കിക്കോളാം കേട്ടോ. 94 ആണെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ. എൻ്റെ ഒരു ഓർമ്മയാണ്. കുവൈറ്റിനെതിരെ. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മാവേലിക്കരയിൽ നിന്നാണ്. ഇത്തവണ വീണ്ടും MP ആയിട്ട് കൊടിക്കുന്നിൽ സുരേഷ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നിരിക്കുന്നത്. 8 തവണയാണ് അദ്ദേഹം MP ആയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി കണക്കിലാക്കിക്കൊണ്ട് അദ്ദേഹമാണ് പ്രോടേം സ്പീക്കറായിട്ട് 18ാം ലോക്സഭയിലേക്ക് വരേണ്ടിയിരുന്നത്. പക്ഷെ പ്രോടേം സ്പീക്കറായിട്ട് പ്രസിഡന്റ് കൊണ്ടുവന്നത് ആരെയാണ്? ഭർതൃഹരി മഹ്താബ്, BJP കാരനായ ഭർതൃഹരി മഹ്താബ്. ഓക്കെ, അപ്പൊ പ്രോടേം സ്പീക്കറിനെ ആര് കൊണ്ടുവന്നു? പ്രസിഡന്റ് കൊണ്ടുവന്നു. എന്തിനു കൊണ്ടുവന്നു? ഒരു സ്പീക്കറിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് നേതൃത്വം നൽകാനൊക്കെ വേണ്ടിയിട്ടാണ്. ഒടുക്കം ശബ്ദ വോട്ടിലൂടെ സ്പീക്കറിനെ തിരഞ്ഞെടുത്തു. ഓം ബിർളയാണ് വീണ്ടും അതായത് കൺസിക്യൂട്ടീവ് ആയിട്ട് സെക്കൻഡ് ടേം. ഓം ബിർള വീണ്ടും 18ാം ലോക്സഭയുടെ സ്പീക്കറായി. ഇദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോട്ട രാജസ്ഥാനിലാണ്. 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അപ്പോ രാഹുൽ ഗാന്ധി എവിടെ നിന്നാ മത്സരിച്ച് ജയിച്ചത്? നിങ്ങൾ തെറ്റിക്കും. അമേത്തി എന്ന് മനസ്സിൽ വരുന്നോ? രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ അമേത്തിയിൽ മത്സരിച്ച് തോറ്റു സ്മൃതി ഇറാനിയുമായിട്ട്. ആ അമേത്തിയിൽ ഇത്തവണ കിഷോരി ലാൽ ശർമ്മ എന്ന് പറയുന്ന സാധാ കോൺഗ്രസ്സുകാരൻ സ്മൃതി ഇറാനിയെ തറ പറ്റിച്ചു. ഇറാനി ഇപ്പൊ വീട്ടിലാണ്. അപ്പോ എവിടെയാ? സോണിയാഗാന്ധി വിട്ടുകൊടുത്ത സീറ്റാ. റായി ബറേലി, വയനാട് എന്നിവിടങ്ങളിൽ ഇദ്ദേഹം വിജയിച്ചു. വയനാട് വിട്ടൊഴിഞ്ഞു. റായി ബറേലി ഇദ്ദേഹത്തിന് സ്വന്തം. പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന കേരളം ആസ്ഥാനമായിട്ടുള്ള വിമാന കമ്പനി കേരളയിൽ പോലെ ആകുമോ എന്തോ. എയർ കേരള മറ്റൊന്നുമല്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ വളരെ അഫോർഡബിൾ ആയിരിക്കണം. ഇനി 2023 പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പാണ് കേട്ടോ. സീനിയർ അല്ല, ജൂനിയർ ലോകകപ്പിന്റെ വേദി കോലാലംപൂർ, മലേഷ്യയുടെ തലസ്ഥാനമാണ്. വിജയിച്ചിരിക്കുന്നത് ജർമ്മനിയ. ഫ്രാൻസിനെ തോൽപ്പിച്ചു. 3ാം സ്ഥാനത്തിന് വേണ്ടി ഇന്ത്യ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യ സ്പെയിൻ തോൽപ്പിച്ചു. സ്പെയിനിന് 3ാം സ്ഥാനം വന്നു. പക്ഷെ ചോദ്യം അതല്ല മക്കളെ. 2025 പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പിന്റെ വേദിയാകുന്നത് ഇന്ത്യയാണ്. ഈ പറയുന്ന പരീക്ഷാ ചോദ്യങ്ങളെല്ലാം തന്നെ ഒന്നും എഴുതിയെടുക്കണ്ട, ഡൗൺലോഡ് ചെയ്യാം യങ് ഫേവർ കേരള PSC ടെലഗ്രാം ചാനലിലേക്ക്. കാണാം. താങ്ക് യു.